ഹായ് സാന്ത്വനത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ ഗോമതി ലിമിറ്റ് ക്രോസ് ചെയ്ത് വളരെ കൂടുതലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ദേവിയോട് ചെറിയൊരു മനസ്സലിവൊക്കെ തോന്നുന്നുണ്ട്. അകത്തേക്ക് കയറി വരട്ടെ, പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോട്ടെ എന്നൊക്കെ അനുവും മീനുവും ഇത്രയൊക്കെ പറയുന്നുണ്ട്. മീനുവിനാണ് ഏറ്റവും കൂടുതൽ സഹതാപം. മിണ്ടിപ്പോകരുത്, അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും എന്നോട് വരരുത്, എല്ലാവരും കയറി പോകത്ത് എന്നൊക്കെ പറഞ്ഞ് ഗോമതി ദേവിയുടെ ജീവിതത്തിൽ വലിയൊരു വില്ലത്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആനന്ദിനും ഇതേ ദേഷ്യം തന്നെയാണ് ഉള്ളത്. പക്ഷെ ആനന്ദിന്റെ ഭാഗത്ത് ഒരു ന്യായം ഉള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ആനന്ദ് ഇത്രയും കാലം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയായിരുന്നില്ലേ. ഇപ്പൊ ദേവിയും സത്യം പറയാതെ ആനന്ദിനെയും സത്യം പറയാൻ സമ്മതിക്കാതെ, മാത്രമല്ല എല്ലാം പിടിക്കപ്പെട്ടു. ആനന്ദിന് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് അറിഞ്ഞ ശേഷവും ഉദയഭാനു വീണ്ടും കുറെ കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്റ്റോറിൽ വന്ന് പണം മോഷ്ടിച്ചിട്ടുണ്ട്. ആനന്ദിനെ വെറും മണ്ടനാക്കിക്കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ദേഷ്യം മാത്രമല്ല, ഈ കുഞ്ഞിന്റെ കാര്യം, കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ ശരിക്കുള്ള റീസൺ എന്താണെന്നുള്ള കാര്യമൊന്നും ആനന്ദിന് അറിയില്ലല്ലോ. അപ്പൊ അതെല്ലാം കൂടിയുള്ള ഒരു ദേഷ്യമാണ് ആനന്ദിനുള്ളത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഗോമതി ആരെ വേണമെങ്കിലും പറ്റിക്കാം, പക്ഷെ ഗോമതിയെ ആരും പറ്റിക്കരുത്. അതാണ്. അപ്പൊ ദേവി ഇതുകൊണ്ടൊന്നും തളരാൻ പോകുന്നില്ല. അങ്ങനെ ഉദയഭാനുവും ശ്രീകലയും ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. അവിടെ വെച്ചാണ് ആനന്ദ് ദേവിയെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ പറയുന്നത്. അതോടുകൂടി ശ്രീകലയ്ക്കും ഉദയഭാനുവിനും മനസ്സിലാവുന്നുണ്ട് ആനന്ദ് എന്തായാലും ഒരു ഉറച്ച തീരുമാനത്തിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ അങ്ങനെയും ഇങ്ങനെയും എളുപ്പത്തിലൊന്നും ആനന്ദിന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. ഇനിയിപ്പോ അച്യുതൻ പറഞ്ഞതുപോലെ പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക, അതൊരു വഴിയേ ഉള്ളൂ, ഇനി മറ്റൊരു വഴിയില്ല എന്നൊക്കെ മനസ്സിലാക്കുകയാണ്. പക്ഷെ അതിനൊന്നും ദേവി സഹകരിക്കാൻ പോകുന്നില്ല. അതിനിടയ്ക്ക് വിദ്യമോൾക്ക് കല്യാണാലോചനയും വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ആലോചനക്കാരൊക്കെ പെണ്ണ് കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ദേവിയുടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് ദേവിയെ ദേവമംഗലത്തേക്ക് തിരിച്ചയക്കണം. ആ ഒരു പ്രഷറിൽ നിൽക്കുകയാണ് ശ്രീകല. അപ്പൊ ദേവിയോട് പോലീസിൽ പോവാ, കംപ്ലൈന്റ് കൊടുക്കുക, ജയിലിൽ കിടക്കട്ടെ, എന്നാലേ പഠിക്കുള്ളൂ, ഇങ്ങനെയൊക്കെ ചെയ്താലേ നിന്റെ ജീവിതം നിനക്ക് തിരിച്ചു കിട്ടുള്ളൂ, ദേവമംഗലത്തേക്ക് തിരിച്ചു പോകാനും ആനന്ദിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനൊക്കെ നിന്നെ കൊണ്ട് പറ്റുള്ളൂ എന്നൊക്കെ എത്ര പറഞ്ഞിട്ടും ദേവി ഇനി ഞാൻ അവരെ ചതിക്കില്ല, ഇനി ഞാൻ അവർക്ക് ഒരു ദ്രോഹവും ചെയ്യില്ല, ഞാൻ ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാശി പിടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പൊ ശ്രീകലയ്ക്ക് അവസാനം ദേഷ്യം വരികയാണ്. ആ ദേഷ്യമൊക്കെ ദേവിയോട് തീർക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ദേവിയോട് ക്രൂരമായിട്ട് പെരുമാറുക. നിന്നെ വളരെ കഷ്ടപ്പെട്ട് കല്യാണം കഴിപ്പിച്ച് അയച്ചതാണ് ഞങ്ങൾ, എന്നിട്ടും ഇവിടെ കയറി വന്നിരുന്ന് ഞങ്ങൾക്കൊരു ബാധ്യത ആയിക്കൊണ്ടിരിക്കുകയാണ് നീ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാ. ദേവി ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ, മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ടാവും, എന്നിട്ട് പോലും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഇവിടെ രണ്ടുപേര് ഭക്ഷണം കഴിച്ച് പോകുന്നത് തന്നെ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടിയിട്ടാണ്. അതിനിടയ്ക്ക് നീ ഒരു പ്ലേറ്റ് ഭക്ഷണം എടുത്ത് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരും. ഞങ്ങളെ പട്ടിണിക്കിടാനാണോ നീ ഇങ്ങോട്ട് കയറി വന്നത്? നിന്റെ കാര്യമൊക്കെ അന്നേ കഴിഞ്ഞു, നിന്നെ കല്യാണം കഴിപ്പിച്ച് അയച്ചതാണ്, ഇനി അവിടുത്തെ കാര്യങ്ങളും നിന്റെ ജീവിതമൊക്കെ നോക്കേണ്ടത് നീയാണ്. ആ വീട്ടിലും ജീവിക്കാൻ കഴിവില്ലാതെ ഇവിടെ കയറി വന്ന് ഞങ്ങൾക്കൊരു ബാധ്യതയായിട്ട് ഇവിടെ നിൽക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോടി, നിന്റെ വീട്ടിലേക്ക് നീ തിരിച്ചു പോടി, ഇത് നിന്റെ വീടല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദേവിക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട്. അങ്ങനെ ദേവി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉദയഭാനുവും ശ്രീകലയോട് പറയുന്നുണ്ട്, എന്താ ശ്രീകല ഇതൊക്കെ, ദേവി നമ്മുടെ മോളല്ലേ, അവളോട്, അതും ഈ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങൾ മിണ്ടാതിരുന്നേ, എല്ലാം അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, അത് അവൾക്ക് മനസ്സിലാവും, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, എന്തെങ്കിലും ചെയ്ത് ഇനി അധികം വൈകാതെ അവൾ ദേവമംഗലത്തേക്ക് തിരിച്ചു കയറാൻ നോക്കും എന്നൊക്കെ ശ്രീകല പറയണം. ആ ഒരു പ്രതീക്ഷയിലിരിക്കുകയാണ് ശ്രീകല. പക്ഷെ ദേവി ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ ഞാൻ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു ബാധ്യതയായി, ഇനി അധികകാലം എന്തായാലും എനിക്ക് ഈ വീട്ടിൽ ഇതുപോലെ താമസിക്കാൻ കഴിയില്ല, അധികം വൈകാതെ അമ്മ എന്നെ ഇറക്കി വിടും. മാത്രമല്ല ഇനി അമ്മ പറഞ്ഞതുപോലെ വിദ്യയുടെ കല്യാണം ഞാൻ കാരണം മുടങ്ങുമെങ്കിൽ അങ്ങനെ അവൾക്കൊരു ബാധ്യതയായിട്ട് ഞാനിവിടെ ഇരിക്കാൻ പാടില്ല എന്ന് ദേവി വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവി തളരാതെ വീണ്ടും ആനന്ദിനോടും ദേവമംഗലത്തുകാരോടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഗോമതി പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. അപ്പൊ പിന്നെ നേരെ ആനന്ദ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ പോയി ഇതേപോലെ, ആനന്ദേട്ടാ എനിക്കൊന്ന് സംസാരിക്കണം പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കെഞ്ചുമ്പോൾ അവിടെ നിന്നും ആനന്ദ് ദേവിയെ ആട്ടി പുറത്താക്കുകയാണ്. ഇനി ശല്യം ചെയ്യാൻ നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ജോലി വേണ്ടാന്ന് വെച്ച് വീട്ടിലിരിക്കും എന്നൊക്കെ പറയാണ് ആനന്ദ്. അങ്ങനെ ദേവി വീണ്ടും ഗോമതി സ്റ്റോറിലേക്ക് പോയി ബാലനോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. സ്റ്റോറിൽ വെച്ചാകുമ്പോൾ അച്ഛൻ ചിലപ്പോൾ സംസാരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ബാലച്ച പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ ബാലൻ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. കാരണം റോഡ് സൈഡിൽ വെച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ. അപ്പോൾ പിന്നെ നല്ല രീതിക്ക് സംസാരിച്ച് വിടുകയാണ്. നോക്ക് ദേവി, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല, ഇനി എന്നെ കാണാൻ ഇങ്ങോട്ട് വരരുത്, ഈ കടയിലെങ്കിലും ഞാൻ ഇത്തിരി മനസ്സമാധാനത്തോടെ ഇരുന്നോട്ടെ, എൻ്റെ മോനോട് ഞാൻ ചെയ്ത തെറ്റ് അത് ഇപ്പോഴും എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി നീയായിട്ട് എന്നെ വീണ്ടും വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ്
ഒരു ഓട്ടോ പിടിച്ച് ദേവിയെ അതിൽ കയറ്റി പറഞ്ഞു വിടാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ കണ്ണീരോടുകൂടി ദേവി വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ മീനുവിനെ വിളിച്ചു നോക്കുന്നു, മിത്രയെ വിളിച്ചു നോക്കുന്നു, എല്ലാവരെയും വിളിച്ചു നോക്കുന്നുണ്ട്. ആരും ഫോൺ എടുക്കുന്നില്ല. ഗോമതി എല്ലാവരോടും പറഞ്ഞു വെച്ചിരിക്കുകയാണ് അവളെ ബ്ലോക്ക് ചെയ്യണം. അവൾ നമ്മളെയൊക്കെ മാറി മാറി വിളിച്ച് അപേക്ഷിക്കാനും കരയാനും ഒക്കെ നിൽക്കും. നമ്മുടെ മനസമാധാനം കളയും. അതുകൊണ്ട് എല്ലാവരും അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പക്ഷെ അവസാനം മീനു ദേവിയെ വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ദേവിയുടെ വീട്ടിലേക്ക് വന്ന് ദേവിയോട് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതേപോലെ ശ്രീകലയോട് പറയുന്നുണ്ട്, എടുത്തു ചാടി നിങ്ങൾ ഒരു തീരുമാനത്തിലും എത്തരുത്, ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ മതി, എല്ലാ പ്രശ്നങ്ങളും ശരിയാവും എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ശ്രീകലയ്ക്ക് അതൊന്നും കേൾക്കാൻ അത്രയ്ക്കൊന്നും ക്ഷമയില്ല. വിദ്യമോൾക്ക് കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതൊക്കെ ആവുന്നതിന് മുമ്പ് ദേവിയുടെ പ്രശ്നം തീർക്കണം. അപ്പൊ അതിനുവേണ്ടി ശ്രീകല വീണ്ടും ദേവിയോട് ഒട്ടും മനസാക്ഷി ഇല്ലാത്തതുപോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അവസാനം ആ ഒരു പ്രഷറൊക്കെ താങ്ങാൻ കഴിയാതാവുമ്പോൾ ദേവി നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, ദേവമംഗലത്തേക്ക് എന്നെ തിരിച്ചു കയറ്റില്ല. അതേപോലെ തന്നെ എൻ്റെ വീട്ടിലും ഞാനൊരു ബാധ്യതയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കാരണം അനിയത്തിയുടെ കല്യാണം മുടങ്ങും, അമ്മയ്ക്ക് സമാധാനക്കേടുണ്ടാവും, അത്രയും പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ച് ദേവി ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും, ദേവി ഒരു കുളത്തിൽ ചാടാൻ പോകുമ്പോഴായിരിക്കും മീനു വന്ന് രക്ഷിക്കുന്നത് കേട്ടോ. മീനു അതുവഴി പോയപ്പോൾ എങ്ങനെയോ ദേവിയെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് തോന്നിയത് കൊണ്ട് ദേവിയെ ഫോളോ ചെയ്ത് വരും. അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. അങ്ങനെ മീനു പോയി തടഞ്ഞിട്ട് എന്താ എന്താ ദേവിയെടുത്ത് ഇതൊക്കെ എത്ര വലിയ അബദ്ധമാണ് കാണിക്കാൻ പോയത്, ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കാൻ മാത്രം ഏട്ടത്തിയുടെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും തീരില്ല എന്ന് ഏട്ടത്തി അങ്ങോട്ട് ഉറപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല മീനു, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, ആർക്കും എന്നെ വേണ്ട, ആനന്ദേട്ടൻ എന്നെ വേണ്ട, ദേവമംഗലത്ത് ആർക്കും എന്നെ വേണ്ട, ഇപ്പം എൻ്റെ വീട്ടിലും എന്നെ വേണ്ടാതായിരിക്കുകയാണ് മീനു എന്നൊക്കെ പറഞ്ഞ് ഈ ശ്രീകല ദേവിയോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മീനുവിനോട് പറയാൻ കേട്ടോ. അങ്ങനെ മീനുവിന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ മീനു ദേവിയെ സമാധാനിപ്പിച്ച് ദേവിയുടെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇതൊന്നും തീരെ ശരിയല്ല, ദേവിയേട്ടത്തിയുടെ ഈ അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ, ഇപ്പം എവിടെന്നാ ഞാൻ ദേവിയേട്ടത്തെ കൂട്ടിക്കൊണ്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ, ആത്മഹത്യ ചെയ്യാൻ പോയതായിരുന്നു, ആ കുളത്തിൽ ചാടാൻ പോയതായിരുന്നു, ഞാൻ വരാൻ ഒരു 2 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ദേവിയേട്ടത്തി ഇന്ന് ജീവനോടെ ഉണ്ടാവില്ല, അത് നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീകല ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട്, മനസ്സിൻ്റെ ഉള്ളിലൊന്ന് ഞെട്ടുന്നുണ്ട്. പക്ഷെ പുറത്ത് ആ ഞെട്ടലും ദേവിയോടുള്ള സ്നേഹമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേവിക്ക് തിരിച്ച് ദേവമംഗലത്തേക്ക് പോകണം എന്നുള്ളൊരു ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ പോയാലോ എന്ന് വിചാരിച്ചിട്ട്, എപ്പോഴും മണ്ടൻ തീരുമാനങ്ങൾ മാത്രമാണല്ലോ ശ്രീകലയും ഉദയഭാനും എടുക്കുന്നത്, അതേപോലെ ഒരു തീരുമാനമാണ്. അപ്പോൾ ശ്രീകല വിഷമമൊക്കെ കടിച്ചമർത്തി ദേവിയുടെ മുമ്പിലും മീനുവിൻ്റെ മുമ്പിലും പറയാണ്, മരിക്കാൻ പോയെങ്കിൽ അങ്ങോട്ട് മരിച്ചോട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു, നിന്നോടിപ്പോൾ ആരാ രക്ഷിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത്, മരിക്കട്ടെ, ഇവൾക്ക് ജീവിക്കാൻ കഴിവില്ല, അതാണ് കാര്യം, ഇവളുടെ കഴിവുകേട് കാരണം ഇപ്പം ഞങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടെയെങ്കിലും പോയി മരിക്കുന്നതാണ് ഇവൾക്ക് നല്ലതെങ്കിൽ ഇവൾ മരിച്ചോട്ടെ എന്ന് വെക്കണമായിരുന്നു എന്നൊക്കെ ഒട്ടും മനസാക്ഷിയില്ലാതെ ഒരു അമ്മ സംസാരിക്കുന്നത് പോലെ അല്ലാതെ ശ്രീകല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മീനുവിനാകെ പേടിയാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മീനു ശ്രീകലയോട് നന്നായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങൾക്ക് ഒട്ടും മനസാക്ഷിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കൂടെ തന്നെ ദേവിയെ റൂമിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ദേവിയെ ഇതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ദേവിയേട്ടത്തി സമാധാനത്തിലിരിക്കണം, ദേവിയേട്ടത്തിയുടെ പ്രശ്നങ്ങൾ ഇന്നോ നാളെയോ എന്തായാലും ഒരു ദിവസം തീരാനാണ് പോകുന്നത്. അപ്പൊ അതിനുള്ളിൽ ഇങ്ങനത്തെ എടുത്തുചാടിയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത്, ആരും ഇല്ലാന്നൊന്നും വിചാരിക്കണ്ട, ഞാനുണ്ട്, ഇനി എന്ത് സഹായത്തിനും എന്നെ വിളിച്ചാൽ മതി, അതുകൊണ്ട് ഏട്ടത്തി എന്നെ ഓർത്തെങ്കിലും ഇതുപോലെയുള്ള തീരുമാനങ്ങൾ ഇനി എടുക്കില്ല എന്ന് സത്യം ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് സത്യമൊക്കെ വാങ്ങുന്നുണ്ട് ദേവിയുടെ കയ്യിൽ നിന്ന്. അങ്ങനെ മീനു ആ ഒരു സമാധാനത്തിൽ വീട്ടിലേക്ക് പോവുകയാണ്.